ലൈഫ് ഇന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് ഇന്നത്തെ ഉത്തരവാദിത്വം മുഴുവൻ എന്റെ തലയിലാണ്. മണി എത്രയായിട്ടും ഇതുവരെ 2 എണീറ്റിട്ടില്ല. 9:30 മദ്രസയിൽ പോകേണ്ടതാണ്. ഒന്ന് വിളിച്ചിട്ട് ഞാൻ നേരെ പോയി ചായ ഇട്ടു. പക്ഷെ അടുപ്പം കൂടി പോയി അവന്മാർ കുടിക്കുമല്ലോ എന്നറിയത്തില്ല. വീട്ടിൽ അവളുള്ള ദിവസങ്ങളിൽ പിള്ളേരുമായിട്ട് രാവിലെ ഭയങ്കരമായ അംഗമാണ്, വീട്ടിൽ ഭയങ്കര അനക്കമാണ്. പക്ഷെ അവളില്ലാത്തതിന്റെ അറിയാനുണ്ട്, സൈലന്റ് ആയിട്ട് നടക്കുകയാണ്, ഒരനക്കവും ഇല്ല, പിള്ളേരെ വിളിയും ബഹളമൊക്കെയാണ്. ഇപ്പോൾ പിന്നെ മദ്രസ മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്കൊരു ആശ്വാസമുണ്ട്. സ്കൂളോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആകെ പടുപ്പിട്ട് പോയേനെ. പിന്നെ വീടിനകമൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് നടക്കുകയാണ്. പുള്ളിക്കാരി ഇല്ലാത്തതിന്റെ അറിയാനുണ്ട്. എന്തായാലും പിള്ളേരെ രാവിലെ മദ്രസ വിടാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ രണ്ടിനെയും വിളിച്ചുകൊണ്ടാൻ വേണ്ടി പോയി. അതിന് തന്നെ വിളിച്ചപ്പോൾ സമയം പറഞ്ഞപ്പോഴത്തേക്ക് ചാടി എനിക്കാണ് ഉണ്ടായത്. ഇളയാളിനും ചെറിയ മടിയുണ്ട്, നമുക്കത് പൊതുവേ ഉള്ളതാണ് സ്കൂളിൽ പോകാൻ മനസ്സിലായി. മൂത്താളിന് പിന്നെ അത്രയും പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോൾ ഉടനെ തന്നെ മൂത്താൾ അണീറ്റു, ഇളയാളിങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ആളിൽ ദിവാങ്കോട്ടി വന്നിട്ട് ഇളയാളിങ്ങനെ രോഗമുഖമായിട്ട് കിടക്കുകയാണ്, കോണം വേണ്ടത്. പിന്നെ തലയിരിക്കെട്ടുന്ന പരിപാടിയൊക്കെ നമുക്ക് തന്നെ ആയിരുന്നു. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ തലയൊക്കെ ഇരിക്കെട്ടി വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേർക്കും ചായ കൊടുത്തു. ചായ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പം കടുപ്പം കൂടി പോയതുകൊണ്ട് തന്നെ ഒരാൾ കുടിച്ചില്ല, ഒരാൾ കുടിച്ചു, ഇളയാൾ കുടിച്ചു. മൂത്താളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. അതാണ് ചെറിയൊരു ചിരി പാസ്സാക്കിയത്. പിന്നെ മാർസിലേക്ക് ചെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നോക്കി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് എന്തായാലും എനിക്ക് ടാറ്റൊക്കെ തന്നിട്ട് ഹാപ്പി ആയിട്ട് മാർസിൽ പോയി. അവിടെ എല്ലാത്തിൻ്റെ ചെറിയ വിഷമം 2 പേർക്കും ഉണ്ട്. അപ്പോൾ ഫിഷിനെ തീറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം ഇരിക്കുമ്പോഴാണ് തീറ്റി കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് തീറ്റിയൊക്കെ ഇട്ടെടുത്തു. ഒരുപാട് തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫിഷിനത് കിടക്കത്തില്ല. ചത്തും കൂടുതലൊക്കെ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഡെഡായി പോകും. പിന്നെ അകത്ത് കയറിയിട്ട് ബെഡൊക്കെ ആലക്കോലായിട്ട് കിടക്കുകയായിരുന്നു. അതൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി. പുള്ളിക്കാരി വന്ന് കയറുമ്പോൾ നെഗറ്റീവ് ഫീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടായി നമുക്ക് കണ്ണുകളും കാര്യം കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഈ പ്രാവശ്യം വന്നത് എല്ലാം ഒരേ എമൗണ്ടുകൾ തന്നെയാണ്. വീടിനൊക്കെ ആൾപ്പാട് അലങ്കോലമാണ്. തറയൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് അടിച്ച് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മച്ച അപ്പോഴത്തേക്ക് ഫുഡുമായിട്ട് വന്നു രാവിലത്തെ കഴിക്കാനുള്ളത്. നമുക്ക് ചായ എണ്ണത്താൻ മാത്രമേ കഴിക്കുള്ളൂ, അതും ശരിയായില്ല. കുടുംബം തൊട്ട് അപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഉമ്മച്ചക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ്. പക്ഷേ ഉമ്മച്ച കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് തികയാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൊറോട്ടയുടെ മേടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള കടയിൽ പോയി ഒരു 5 പൊറോട്ടയും കൂടെ വാങ്ങി നേരെ മാർസയിൽ നിന്നും അവളുമാരെയും വിളിച്ച് വീട്ടിൽ വന്നു. ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി പുറത്തുനിന്നായിരുന്നു ഫുഡ്. അപ്പോൾ അതിന്റെ കുറച്ച് ബാക്കി കറി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ചെറിയൊരു പാത്രത്തിലെടുത്ത് ചൂടാക്കിയിട്ട് അതിനോടൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉമ്മച്ച കൊണ്ടുവന്നാൽ പോവും. അതുപോലെ പൊറോട്ടയൊക്കെ കൂടി മുട്ടറോസ്റ്റും ഇടിയപ്പമാണ് ഉമ്മച്ച കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങി. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കുശാലായിരുന്നു. ഉമ്മച്ച കൊണ്ടുവന്ന ഇടിയപ്പവും അതുപോലെ തന്നെ പൊറോട്ടയും കറിയും മുട്ടറോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ 3 പേരുടെ നല്ല തകൃതിയായിട്ട് കഴിച്ചു. ഉച്ചക്കലത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവൾ വന്നതിന് ശേഷം പുറത്തുനിന്ന് മേടിക്കുകയാണോ അല്ലയോ എന്നറിയില്ല. ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.